ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. BHMS കോഴ്സിന് ശേഷം തുടർ വിദ്യാഭ്യാസ രംഗത്ത് എന്തൊക്കെ സാധ്യതകളാണ് നമുക്കുള്ളത് എന്ന് ധാരാളം ഡോക്ടർമാർ സംശയം ചോദിക്കാറുണ്ട്. BHMS പഠനശേഷം നമ്മളിൽ അധികം പേരും ഒരു തുടർ വിദ്യാഭ്യാസ പരിപാടിയായിട്ട് തിരഞ്ഞെടുക്കുന്നത് ബിരുദാനന്തര ബിരുദം MD ഹോമിയോ കോഴ്സ് തന്നെയാണ്. 1995 കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് MD ഹോമിയോ ആരംഭിക്കുന്നത്. പിന്നീട് ഇപ്പോൾ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ഹോമിയോപ്പതി കോളേജുകളിലും MD കോഴ്സ് നിലവിലുണ്ട്. 2016 വരെ അതാത് സംസ്ഥാന തലത്തിൽ പരീക്ഷ നടത്തി കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുകയായിരുന്നുവെങ്കിൽ 2017 മുതൽ ദേശീയ തലത്തിൽ ഓൾ ഇന്ത്യ ആയുഷ് PG എൻട്രൻസ് ടെസ്റ്റ് AIPGT എന്ന പേരിൽ ദേശീയ തലത്തിൽ തന്നെ പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അതിൽ നിന്നാണ് MD കോഴ്സിന് കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്നത്. ഹോമിയോപ്പതി സബ്ജക്റ്റുകളായ MD ഹോമിയോപ്പതി, മെട്രിയാമെഡിക്ക, ഓർഗനോൺ ഓഫ് മെഡിസിൻ, ഫാർമസി, കേസ് ടേക്കിംഗ്, റെപ്പർട്ടൈസേഷൻ എന്നിവ കൂടാതെ പ്രാക്ടീസ് മെഡിസിനിലും സൈക്കാട്രിയിലും പീഡിയാട്രിക്സിലും ഇപ്പോൾ MD കോഴ്സ് നിലവിലുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് സാധാരണയായി MD കോഴ്സിന് ആപ്ലിക്കേഷൻ വിളിക്കുന്നത്. ഈ വർഷം ഇതുവരെ വിളിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം ജൂൺ 6-ാം തീയതി ആയിരുന്നു AIPGT ടെസ്റ്റ് നടന്നത്. ഇപ്രാവശ്യം ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. എന്തായാലും ജൂൺ അവസാനത്തോടെയോ ജൂലൈ ആദ്യ വാരമോ AIPGT ടെസ്റ്റ് നടക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. AIPGT കൂടാതെ ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയുമായിട്ടും അവർക്കുള്ള കൂടുതൽ തൊഴിലവസരങ്ങളുള്ളതുമായ ഒരു കോഴ്സ് മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് അഥവാ MPH ആണ്. മുമ്പ് കേരളത്തിൽ MPH കോഴ്സ് കാര്യമായി നടത്തിയിരുന്നില്ല. പക്ഷേ ഇന്ന് ധാരാളം സ്ഥാപനങ്ങൾ MPH കോഴ്സ് നടത്തുന്നുണ്ട്. കേരളത്തിലെ പല മെഡിക്കൽ കോളേജുകളിലും ഇപ്പോൾ MPH കോഴ്സ് നിലവിലുണ്ട്. കുഹാസിൻ്റെ കീഴിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള MPH കോഴ്സാണ് അവിടെ നടക്കുന്നത്. BHMS ബിരുദധാരികൾക്കും ആ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ കൂടാതെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ MPH കോഴ്സുണ്ട്. എറണാകുളത്തുള്ള അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അമൃത വിശ്വവിദ്യാപീഠം എന്ന ഡീംഡ് യൂണിവേഴ്സിറ്റിയുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത് അവരും MPH കോഴ്സ് നടത്തുന്നുണ്ട്. ഇവിടെ എല്ലാം BHMS ബിരുദധാരികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ തിരുവനന്തപുരത്തെ ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ 2 വർഷമായിട്ട് MPH കോഴ്സുണ്ട്. കഴിഞ്ഞ ബാച്ചിൽ 40 ഡോക്ടർമാർക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയതിൽ 2 ഹോമിയോപ്പതി ഡോക്ടർമാർ ഉൾപ്പെടുന്നു എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇതുകൂടാതെ തിരുവനന്തപുരത്ത് തന്നെ വളരെ പ്രസിദ്ധമായ ഒരു ആശുപത്രി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിക്കുകയും കുഹാസ് അഫിലിയേറ്റ് ചെയ്ത MPH കോഴ്സ് അവരും നടത്തുന്നുണ്ട്. ഇതുകൂടാതെ കാസർഗോഡുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള CUET-യുടെ കീഴിൽ പരീക്ഷ നടത്തി സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വഴി പരീക്ഷ നടത്തി MPH-ന് അഡ്മിഷൻ നടത്തുന്നുണ്ട്. കേരളത്തിൽ നാഷണൽ ആയുഷ് മിഷൻ, നാഷണൽ ഹെൽത്ത് മിഷൻ തുടങ്ങിയ പല മേഖലകളിലും ഹെൽത്ത് പ്രൊമോട്ടേഴ്സായിട്ട് ഇല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് പ്രൊമോട്ടേഴ്സ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പ്രോജക്റ്റ് കോർഡിനേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ MPH പാസ്സായ ഡോക്ടർമാർക്ക് തൊഴിലവസരവും ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു തൊഴിൽ മേഖല ധാരാളമായുള്ള ഒരു കോഴ്സാണ് MHA മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. BHMS കഴിഞ്ഞ ഡോക്ടർമാർക്ക് ഈ കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. കേരളത്തിൽ അധികം സ്ഥാപനങ്ങൾ MHA കോഴ്സ് നടത്തുന്നില്ല എങ്കിലും നമ്മുടെ അടുത്ത സംസ്ഥാനങ്ങളായ കർണാടകയിൽ മംഗലാപുരത്തും തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിലും ധാരാളം സ്ഥാപനങ്ങളിൽ കുറഞ്ഞ ഫീസിൽ MHA കോഴ്സ് അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സ് എന്നുള്ള നിലയിൽ MHA നടത്തുന്നുണ്ട്. ഈ 2 കോഴ്സുകൾക്ക് പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട കോഴ്സ് എന്ന് പറയുന്നത് MSc അനാറ്റമിയാണ്. MSc അനാറ്റമി പഠിച്ചാൽ BHMS കഴിഞ്ഞിട്ട് MSc അനാറ്റമി പഠിച്ചാൽ മെഡിക്കൽ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് നഴ്സിംഗ് ഉൾപ്പെടെയുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അംഗീകൃത അധ്യാപകരാകാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. MSc അനാറ്റമി കേരളത്തിൽ കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള CPAS എന്ന സ്ഥാപനം, സെൻറ്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസ് എന്ന സ്ഥാപനം കോട്ടയത്ത് CPAS-ൻ്റെ ആസ്ഥാന കേന്ദ്രത്തിൽ ഗാന്ധിനഗറിൽ 20 വിദ്യാർത്ഥികൾക്ക് MSc അനാറ്റമി കോഴ്സ് ചെയ്യുന്നുണ്ട്. അവിടെയും BHMS ബിരുദധാരികൾക്ക് മെഡിക്കൽ ഗ്രാജുവേഷനാണ് അതിൻ്റെ അടിസ്ഥാന യോഗ്യത. BHMS ബിരുദധാരികൾക്ക് അവിടെയും അഡ്മിഷൻ ലഭിക്കുന്നതാണ്. MSc അനാറ്റമി പോലെ തന്നെ MSc ഫിസിയോളജി, MSc ബയോകെമിസ്ട്രി എന്നീ വിഷയങ്ങളിലും കേരളത്തിൽ MSc ബയോകെമിസ്ട്രിയും ഫിസിയോളജിയും കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ
പല കോളേജുകളിലും നടത്തുന്നുണ്ട്. ഇവിടെയും പഠിച്ചിറങ്ങുന്ന ഡോക്ടർമാർക്ക് മെഡിക്കൽ, പാരാമെഡിക്കൽ മേഖലകളിൽ ധാരാളം തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതാണ്. MSc ജെനറ്റിക്സ് എന്ന വളരെ റയറായ ഒരു വിഷയത്തിൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഒരു കോഴ്സ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അമൃതയിൽ MSc ക്ലിനിക്കൽ റിസർച്ച് എന്ന മേഖലയിലും ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് എറണാകുളത്ത് നടക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ധാരാളം കോഴ്സുകൾ, അതായത് MSc ഫോറൻസിക് സയൻസ്, MSc ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഈ മേഖലയിലൊക്കെ ധാരാളം തൊഴിലവസരങ്ങൾ കിട്ടുന്ന ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്ന കോഴ്സുകളുണ്ട്. തീർച്ചയായിട്ടും പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് മാത്രമല്ല, പോസ്റ്റ് ഗ്രാജുവേറ്റ് MD ഹോമിയോപ്പതി മാത്രമല്ല, BHMS കഴിഞ്ഞിട്ടുള്ള സാധ്യതകൾ, മറ്റു പല തൊഴിൽ സാധ്യതകളുള്ള കോഴ്സുകളും കേരളത്തിൽ തന്നെ പഠിക്കാനുള്ള അവസരം ഇന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുന്നതിന് നിങ്ങൾക്ക് താഴെ പറയുന്ന നമ്പറിൽ, ഇതിനോടൊപ്പം ചേർത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സക്സസ് നാനോ നിയോ കരിയർ ഗൈഡൻസ് സെൻറ്റർ ഇതിന് നിങ്ങൾക്ക് വേണ്ട വഴികാട്ടിയാകുന്നതാണ്. താങ്ക് യു വെരി മച്ച്.